വിവാഹമെന്നത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ആത്മബന്ധമാണ്. എന്തു കുറവുകളുണ്ടെങ്കിലും അതെല്ലാം നികത്തി പരസ്പരം സ്നേഹത്തോടെ മുന്നോട്ടു പോയാൽ മാത്രമേ ആ ബന്ധം പൂർണ്ണമാവുകയുള്ളൂ. എന്നാൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഏറെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. ഹൃദയാഘാതമെന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ ഒരു യുവതിയുടെ മരണം ബന്ധുക്കൾക്ക് തോന്നിയ ഒരു സംശയത്തിന്റെ പുറത്ത് എത്തി നിന്നതാകട്ടെ ക്രൂരമായ ആസൂത്രണത്തോടെ നടന്ന ഒരു കൊലപാതകത്തിലായിരുന്നു. അതും കൊലപ്പെടുത്തിയതാകട്ടെ സ്വന്തം ഭർത്താവ്. സൗന്ദര്യത്തോടുള്ള ഭ്രാന്തമായ അഭിനിവേശവും ഭാര്യയുടെ സ്വത്തിനോടുള്ള ആർത്തിയും ചേർന്നപ്പോൾ അവിടെ ഒരു കുടുംബം തകരുകയും ഒരു പിഞ്ചു കുഞ്ഞിന് അമ്മയെ നഷ്ടമാവുകയും ചെയ്തു. ഭാര്യയെ ഒരു ഈച്ച പോലും അറിയാതെ കൊലപ്പെടുത്താനായി ഇയാൾ തെരഞ്ഞെടുത്ത വഴികളാകട്ടെ ആരെയും അമ്പരപ്പിക്കുന്നതുമായിരുന്നു. എന്തായാലും പ്രതിയായ കിരൺ ഇപ്പോൾ ആന്ധ്ര പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ കിരൺ പത്മജയെ വിവാഹം കഴിക്കുന്ന സമയത്ത് തന്നെ പത്മജയ്ക്ക് കിരണിനേക്കാൾ അല്പം വണ്ണക്കൂടുതലുണ്ടായിരുന്നു. തന്റെ ഭാവി വധുവിനെക്കുറിച്ച് വലിയ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്ന കിരണിന് പത്മജയെ അത്ര ഇഷ്ടമായിരുന്നില്ലെങ്കിലും പത്മജയുടെ പേരിലുള്ള കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് അയാളെ ആ ബന്ധത്തിന് സമ്മതിപ്പിക്കുകയായിരുന്നു. വിവാഹശേഷം അയാൾ പത്മജയുടെ വീട്ടിൽ തന്നെ താമസമാക്കുകയും ചെയ്തു. ഇവർക്ക് ഒരു പെൺകുഞ്ഞുമുണ്ട്. എന്നാൽ കുഞ്ഞു പിറന്നതിന് പിന്നാലെയാണ് കിരണിന്റെ മനസ്സിൽ ചില വിദ്വേഷത്തിന്റെ വിഷവിത്തുകൾ മുളയ്ക്കുന്നത്. പ്രസവശേഷം പത്മജയുടെ ശരീരഭാരം അല്പം കൂടി വർദ്ധിച്ചു. ഇത് കിരണിനെ ചൊടിപ്പിക്കുകയായിരുന്നു. നിന്നെ ഒപ്പം കൊണ്ടു നടക്കാൻ തനിക്ക് നാണക്കേടാണെന്ന് പറഞ്ഞ് ഇയാൾ പത്മജയെ നിരന്തരം പരിഹസിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തിരുന്നു. തന്റെ ഭർത്താവിനെ തൃപ്തിപ്പെടുത്താനായി അപ്പോഴെല്ലാം പത്മജ കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്തിരുന്നു. കഠിനമായ വ്യായാമങ്ങളും ഡയറ്റിംഗും എല്ലാം ചെയ്തു നോക്കി. എന്നാൽ ശരീരഭാരം കുറയുന്നുണ്ടായിരുന്നില്ല. ഇതോടെയാണ് കിരൺ പത്മജയെ ഒഴിവാക്കാനായി തീരുമാനിക്കുന്നത്. സ്വത്ത് കൈക്കലാക്കണമെങ്കിൽ പത്മജയെ ഇല്ലാതാക്കണമെന്ന് അയാൾ കണക്കുകൂട്ടി. പിന്നീട് പിടിക്കപ്പെടാതെ ഒരാളെ എങ്ങനെ കൊലപ്പെടുത്താമെന്നതായിരുന്നു ആലോചന. ഇതിനായി അയാൾ ഗൂഗിളിലും യൂട്യൂബിലും സോഷ്യൽ മീഡിയകളിലുമെല്ലാം മണിക്കൂറുകളോളം ചിലവഴിച്ചു. പല കൊലപാതക രീതികളെക്കുറിച്ചും ഇയാൾ പഠിച്ചു. അതിനിടയിലാണ് ഇയാൾക്ക് ഒരു യൂട്യൂബറുടെ നമ്പർ ലഭിക്കുന്നത്. ഇയാളെ വിളിച്ച് 80,000 രൂപ വിലമതിക്കുന്ന മാരകമായ ഒരു വിഷം സംഘടിപ്പിക്കുകയും ചെയ്തു. പത്മജയുടെ വീട്ടിൽ വെച്ച് കൊല നടത്തിയാൽ താൻ പിടിക്കപ്പെടുമെന്ന് കരുതി കിരൺ ഭാര്യയെ തന്റെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു കൊണ്ടുപോവുകയായിരുന്നു. സ്വന്തം വീട്ടിലേക്ക് എത്തിയ ശേഷം ഇയാൾ തന്റെ ഭാര്യയോട് സ്നേഹം നടിക്കാൻ തുടങ്ങി. പാവം പത്മജ അത് വിശ്വസിക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏപ്രിൽ 29 രാത്രി പത്മജയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മധുരപലഹാരമായ പാൽക്കോവയിൽ കിരൺ വിഷം ചേർത്ത് നൽകിയപ്പോൾ പത്മജ സന്തോഷത്തോടെ ഒന്നും അറിയാതെ അത് കഴിക്കുകയായിരുന്നു. വിഷം കഴിച്ച ശേഷം ഉറങ്ങാൻ പോയ പത്മജയ്ക്ക് ബോധം നഷ്ടമായി. തുടർന്ന് പുലർച്ചെ 3 മണിയോടുകൂടി കിരൺ പരിശോധിച്ചപ്പോൾ പത്മജ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതോടെയാണ് കിരൺ തലയിണ ഉപയോഗിച്ച് പത്മജയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നത്. പിന്നീട് രാവിലെ എല്ലാവരെയും വിളിച്ച് പത്മജ ഹൃദയാഘാതം വന്ന് മരണപ്പെട്ടു എന്ന് വരുത്തി തീർക്കുകയുമായിരുന്നു. എന്നാൽ പത്മജയുടെ വീട്ടുകാർക്ക് തോന്നിയ സംശയമാണ് കിരണിന്റെ എല്ലാ പദ്ധതികളും പൊളിച്ചെടുക്കുന്നത്. പത്മജയുടെ മാതാപിതാക്കൾ മരണത്തിൽ സംശയം ആരോപിച്ച് പോലീസിൽ പരാതി നൽകുകയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് വാശി പിടിക്കുകയുമായിരുന്നു. തുടർന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. ഇതിന് പിന്നാലെ കിരണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെ പ്രതി കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഭാര്യയുടെ സൗന്ദര്യത്തിലും അമിതവണ്ണത്തിലുമുള്ള അതൃപ്തിയും ഭാര്യ എപ്പോഴും തന്നെ സംശയിക്കുന്നു എന്ന ആരോപണവുമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത്. ഇതുകൂടാതെ കിരണിന് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടായിരുന്നതായും സൂചനകളുണ്ട്. പ്രതിക്ക് 80,000 രൂപയ്ക്ക് വിഷം നൽകിയ ഹൈദരാബാദ് സ്വദേശിയായ യൂട്യൂബർ നിലവിൽ ഒളിവിലാണ്. ഇയാൾക്കായി ആന്ധ്ര പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.